ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ ഒരു 7:30 ഒക്കെ ആയി. റൂമിനകത്ത് ഇരുന്ന് തന്നെ അങ്ങ് മടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് ടെറസിലൊക്കെ വരാമെന്ന്. ഇതാകുമ്പോൾ കുറച്ച് പച്ചപ്പും ഹരിതാപവും കുറച്ച് ഫ്രഷ് എയറും സൺലൈറ്റും ഒക്കെ കിട്ടുമല്ലോ. ഇച്ചിരി വെയിലായിപ്പോയി. ഇതാണ് ടെറസ്. അത്യാവശ്യം സ്പേഷ്യസാണ്. It's a beautiful day today. നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ചാടിച്ചായിരുന്നോ? മുറിക്കകത്ത് തന്നെ പോവാം. സത്യം പറഞ്ഞാൽ ലൈഫ് ഭയങ്കര മടുപ്പാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞൊരു വല്ലാത്ത ബാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കണ്ടു കാണുമ്പോൾ എനിക്ക് എന്തോരം വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ആക്ച്വലി ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് നൗ. എൻ്റെ മുറി തന്നെ ഞാൻ കാണിച്ചു തരാം, റോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്ര വൃത്തികേടായിട്ട് എൻ്റെ മുറി കിടക്കുന്നത് തന്നെ. ഈ ടേബിളിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല, ഈ കട്ടിലയിലില്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആരെങ്കിലും വീട്ടിലോട്ട് കയറി വരുവാണെങ്കിൽ തന്നെ അൽമയുടെ റൂം കൊടുക്കാം. അൽമയുടെ റൂം എപ്പോഴും വൃത്തിയായിരിക്കും, ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി, നല്ല മറ്റേ ഫ്രേഗ്രൻസ് ഒക്കെ അടിച്ച് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ഈ മനസ്സ് മടുത്താന്ന് തോന്നുന്നു. ഇപ്പോൾ കട്ടിൽ തന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ, അങ്ങോട്ട് സാധനം കൂടെ നീക്കിയിട്ടിട്ട് ആ സൈഡിലോട്ട് കയറി കിടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. നമ്മൾ ഈ ചില സമയത്ത് നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലൊരു ഡിസ്കണക്റ്റ് വരത്തില്ലേ, ആ ഒരു സ്റ്റേറ്റിലാണ് ഞാനിപ്പം. ഈ ബുക്കൊക്കെ കണ്ടോ, ഇതൊക്കെ മേടിച്ചിട്ട് മിനിമം ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടോ ഒന്നുമില്ല. അതുപോലെ ഇതും ഞാനിങ്ങനെ വായിക്കണം എന്ന് വിചാരിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അതും കുറച്ച് വായിച്ചു. കംപ്ലീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. മേസ് റണ്ണർ സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം, OTT അവൈലബിൾ ആണ്. ടു ഗുഡ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സൈഫൈ ത്രില്ലർ സർവൈവൽ കൈൻഡ് ഓഫ് ഗെയിമാണ്. ഇറ്റ്സ് റിയലി നൈസ്. അതിൻ്റെ ഒരു പ്രീക്വലാണ് ഈ ഒരു ബുക്കെന്ന് പറഞ്ഞാൽ ദ കിൽ ഓർഡർ. ഇതും ഞാൻ കുറച്ച് വായിച്ചു, പിന്നെ ആട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. ഇതും അതുപോലെ തന്നെ ഇരിക്കുക. ഞാൻ ഒരുപാട് ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പറഞ്ഞാൽ തള്ളുവാന്ന് ചിലപ്പം വിചാരിക്കും, പക്ഷെ അല്ല, ഞാൻ ഒരുപാട് ബുക്ക് വായിക്കുമായിരുന്നു. പിന്നെ പതുക്കെ അത് കുറഞ്ഞ് പിന്നെ കോളേജിൽ കയറി പിന്നെ വായിക്കാതായി. ഇപ്പോൾ ഒട്ടും വായിക്കാറായി. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു പേന പിടിച്ച് മര്യാദയ്ക്ക് എഴുതാൻ തന്നെ നമുക്ക് പാടാം. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പണ്ടത്തെ പോലെ പേനയൊന്നും യൂസ് ചെയ്യുന്നത്, വല്ലപ്പോലും എന്തെങ്കിലും പേരോ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി മാത്രമല്ലേ. അത് ഒരു പിടിച്ചൊരു 2 സെൻറ്റൻസ് മര്യാദയ്ക്ക് എഴുതാൻ വരെ പാടാം. എന്തായാലും ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ചെറിയ ഗോൾ കൊടുത്തു. ഇത് വായിക്കാൻ ഒന്നുകൂടെ വായിക്കേണ്ടിയിരിക്കും സ്റ്റാർട്ടിങ് തൊട്ട്. പക്ഷേ ഇതൊരു കുഞ്ഞു ബുക്കാണ്. ഇത് ഒരു 2 ദിവസം കൊണ്ട് തീർക്കണം എന്ന് നല്ല ആഗ്രഹം. ഇറ്റ്സ് എ സിമ്പിൾ ബുക്ക്. പുള്ളി തന്നെ ആദ്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ദിസ് വിൽ ബി ദ മോസ്റ്റ് യൂസ്ലെസ് ബുക്ക് യു എവർ ഗോട്ടൺ എന്ന് പറഞ്ഞു. അപ്പം സിമ്പിളാണ്, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ പുള്ളിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് അത് തന്നെ ഈ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ തുടങ്ങി. അപ്പം നാളെ കൊണ്ട് ഇത് വായിച്ച് എനിക്ക് തീർക്കണം. ഈ വർഷം ഒരു 12 ബുക്കെങ്കിലും മിനിമം വായിച്ച് തീർക്കണം. ഇപ്പോൾ ഓൾറെഡി മാർച്ചായി, പക്ഷെ കുഴപ്പമില്ല, ഒരുപാട് വായിക്കണം പ്രാവശ്യം. ഞാനിങ്ങനെ നമ്മുടെ ChatGPTയോടും ചോദിച്ചു. ChatGPT ആണല്ലോ നമ്മുടെ അൺപെയ്ഡ് മെൻറ്റർ എന്നൊക്കെ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊന്ന് കരകയറാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പം, കാരണം കുഞ്ഞു കാര്യങ്ങൾ വരെ എനിക്കിഷ്ടമുണ്ടായിരുന്ന കുഞ്ഞു കാര്യങ്ങൾ വരെ എനിക്കിപ്പം ഇഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. തുണി മേടിച്ചങ്ങ് കൂട്ടുമായിരുന്നു. ടു എ പോയിന്റ് വേർ വഴക്കുണ്ടാക്കുമ്പോൾ വരെ അപ്പം പറയുമായിരുന്നു, അവിടെ തുണിയെല്ലാം എടുത്ത് പുറത്തിടുക, എത്ര ലക്ഷം രൂപയുടെ സാധനമാണെന്നോ നോക്കുക. ആ ലെവൽ ഓഫ് ഷോപ്പിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം വന്ന് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് വീടെത്തിയാൽ മതി. തലവേനിക്കും. അല്ലെങ്കിൽ കാരണം ഈ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി എങ്ങനെ ഇരിക്കും, അതുപോലെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം. ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം.
ഞാൻ ഏറ്റവും കൂടുതൽ അല്ല നമ്മൾ ചെയ്തു പോകുന്നതാണ് ഈ കമ്പാരിസൺ ഉണ്ടല്ലോ. കാരണം എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റിൽ ഡൗൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു കുറേ ചിലരൊക്കെ കല്യാണം കഴിച്ചു, മിക്കവരും കല്യാണം കഴിക്കുന്നു, വീട് മേടിക്കുന്നു, കാർ മേടിക്കുന്നു, പുതിയ ജോലി കയറുന്നു, പ്രൊമോഷൻസ് എക്സെട്ര. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തു. ഞാൻ സ്റ്റിൽ ഇൻ സ്ക്വയർ 1 ആണ്. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇനി കമ്പാരിസൺ ഒന്നും വേണ്ട. അവനവന് ചെയ്യാൻ പറ്റുന്ന അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതങ്ങ് മര്യാദയ്ക്ക് അങ്ങ് ചെയ്യുക എന്നാണ് എന്നോട് ChatGPT പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ അങ്ങ് അനുസരിച്ച് ഇനി അങ്ങാണം നല്ല കാര്യങ്ങൾ സംഭവിച്ചാലോ. അപ്പം അതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാ ഇന്ന് കഴിക്കാൻ നോക്കി തോന്നുന്നു ചപ്പാത്തി മുട്ടക്കറിയാന്ന് തോന്നുന്നു. ലെറ്റ്സ് ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയും തന്നെയാണ്. എന്തോ എൻ്റെ മനസ്സ് പറയുന്നത് 2 മുട്ട അങ്ങ് എടുത്തേക്കാം. കുഴപ്പമില്ല, 2 അങ്ങ് എടുത്തേക്കാം. കഴിക്കാൻ പറ്റൂ. ചപ്പാത്തി മുട്ടക്കറി പോയി കഴിച്ചിട്ട് വരാം. 8:30 കഴിഞ്ഞു. യൂഷ്വലി കഴിക്കുന്ന സമയം വെച്ച് നോക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഞാൻ സാധാരണ കഴിക്കുന്ന 10:30-11 മണിക്കൊക്കെ. ഞാൻ ഇന്ന് എന്തോ കാണുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യൂട്യൂബ് കാണണോ നെറ്റ്ഫ്ലിക്സ് കാണണോ? കൺഫ്യൂഷനായല്ലോ. യൂട്യൂബ് കാണാം. കരിക്ക് കാണാൻ തോന്നുന്നു എനിക്ക് പെട്ടെന്ന്. കരിക്ക് കാണാം. ഇത് ഞാൻ സ്ഥിരം കാണുന്ന സാധനമാണ്. ഈ താങ്ക്സ് ഇത് കാണാം. ഫസ്റ്റ് ബൈറ്റ് തെന്നിപ്പോന്നു. ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഹെയറൊക്കെ ഒന്ന് ഓയിൽ ചെയ്തിട്ടിരിക്കാമെന്ന്. കാരണം നാളെ ഈസ്റ്റർ ആണല്ലോ. അപ്പം ഞങ്ങൾക്ക് നാളെ വെളുപ്പിനെ 4 മണിക്കാണ് കുർബാന. രാവിലെ എണീറ്റ് പോകാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും അല്ലെങ്കിൽ പിന്നെ ഇന്ന് വൈകുന്നേരമാണ്. എൻ്റെ മമ്മയുടെ പള്ളിയിലൊക്കെ ഇന്ന് വൈകുന്നേരമാണ്. സോ എങ്ങനെ പോയാലും മുടിയൊക്കെ ഒന്ന് ഷാമ്പൂ ചെയ്ത് പോകുമ്പോഴല്ലേ വൃത്തിക്കിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ഓയിൽ ചെയ്തിരിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ക്ലീനിങ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ 2 ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഹെയർ മൊത്തത്തിൽ പോയി കിടക്കുക. എന്തോരം തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു എന്നറിയാമോ. പിന്നെ എന്തായാലും അതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം. അതും ഒരു പ്രയോറിറ്റിയാണ് ഈ വർഷം. അപ്പം ഇത് 2ഉം ഞാനങ്ങനെ സ്പെസിഫിക്കലി നോക്കി മേടിച്ചൊന്നുമല്ല. പക്ഷെ ഇത് 2ഉം ബ്ലിങ്കിറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് ഈ റോസ്മേരി ഓയിൽ മാമത്തിൻ്റെ, പിന്നെ ഈ ബ്രിലെയറിൻ്റെ ആർഗൻ ഓയിൽ. ഇത് സ്കാൽപ്പിനും ഇത് ഹെയർ സ്ട്രാൻഡിനും. കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈയാണ്. അപ്പോൾ അതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് ചില്ലറ ടാസ്കൊന്നും അല്ല ആക്ച്വലി. ഈ കേളി ഹെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് റീസെൻ്റ്ലി ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനത് ആക്ച്വലി ഫോളോ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ഇത്ര ഫ്രിസ് ഉള്ളതുകൊണ്ട് അത് മര്യാദയ്ക്ക് ഇരിക്കാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻറ്റ് അങ്ങ് ചെയ്തു. അതിനുശേഷം എനിക്ക് മുടിയൊക്കെ ഒന്ന് അഴിച്ചിടാൻ തന്നെ പറ്റിയത്. ഹെയർ ഹെൽത്തൊക്കെ ഭയങ്കര ബാഡാണ്. പൊട്ടുക, ഹെയർ ഫോള്. ഈ ഒരു ലെവൽ ഓഫ് ഹെയർ ഫോളൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ തലയിൽ ഇത്ര മുടി ഉണ്ടോ എന്ന്. ഞാൻ എന്തുകൊണ്ട് മുട്ടയായില്ല എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഹെയർ കെയർ ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു 2 a week ഒക്കെ ചെയ്താലേ മുടിയൊക്കെ അതുപോലെ ഇരിക്കത്തുള്ളൂ. വല്ലപ്പോഴും ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇത് മണം നല്ല മണം ഇതിൻ്റെ. ഈ ഒരു സാധനമുണ്ട്. ഇറ്റ്സ് എ ഹെഡ് മസാജർ, സ്കാൽപ്പ് മസാജ്, ഹെഡ് ആൻഡ് സ്കാൽപ്പ് മസാജർ. എൻ്റെ ബ്രദർ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഇതും ഇവിടെ ചാർജ് ഇല്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ ഇന്നലെ അത് ഫുൾ ചാർജൊക്കെ ആക്കിയിട്ട് എടുത്തതാണ്. ഹെയർ ഓയിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ മസാജ്. അല്ലെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഫ്രം എ ബ്രാൻഡ് കോൾ അഗാറോ. എനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയിൽ, ഇൻസ്റ്റാമാർട്ടിലോ ബ്ലിങ്കിറ്റിലൊക്കെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫാണ് ഞാൻ ഈസ്റ്ററിന് പോകാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഈസ്റ്ററിനൊക്കെ പോകുമ്പോഴത്തേക്കും പുത്തൻ ഡ്രസ്സൊക്കെ മിക്കവാറും ഇട്ടുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ആലോചിച്ചത്. കണ്ടോ കുഞ്ഞു കുഞ്ഞു ഹെയറൊക്കെ വന്ന് ചുരുണ്ട്. ബാ ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം.
ഇനി കുറച്ച് നേരം എൻ്റെ ഉലാൻസിയിലായിരിക്കും ഫോൺ ഞാൻ വെക്കാൻ പോകുന്നത്. ഞാൻ കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ ഫോർ യു. ഇങ്ങനെ മൾട്ടി ടാസ്കിങ്ങാണ്. കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഓൺ ക്ലീനിങ്. ഐശ്വര്യമായിട്ട് ജനൽ തുറന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് നിധികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ ദിവസം അതാ എൻ്റെ മൈക്രോഫോണിൻ്റെ പെട്ടി, ലാപ്ടോപ്പും ചാർജറും, ബാഗ്. ഇത് കണ്ടോ, ഇതും ഈ തുണിയുടെ അടിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എനിക്ക്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇറ്റ്സ് ഫ്രോം എ ബ്രാൻഡ് കോൾ ഗിനി മിച്ചി. ഇതൊരു റാമൻ എക്സ്പീരിയൻസ് കിറ്റാണ്. അപ്പോൾ അവർക്ക് മൊത്തം 5 ഫ്ലേവേഴ്സ് ഉണ്ട്. ചീസ്, ചിക്കൻ, അങ്ങനെ പറഞ്ഞ് കുറച്ച് 5 ഫ്ലേവേഴ്സും ബോളും കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇത് തന്നെ ഇപ്പോൾ വന്നിട്ടൊരു 2 ആഴ്ചയെങ്കിലും ആയിട്ട് ഞാൻ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ കുഴപ്പമില്ല, നാളെയോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് വീഡിയോസിൽ ഞാൻ എന്തായാലും ഇത് ഞാൻ ഇത് ട്രൈ ഔട്ട് ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പുത്തൻ സാധനങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബോക്സ് തന്നെ ഓർഡർ ചെയ്തത്. അത് തന്നെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി 2 ആഴ്ചയായി. ഈ ടേബിളിൻ്റെ മണ്ണൊക്കെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. വാച്ചൊക്കെ സ്റ്റിൽ ഞാൻ പെട്ടി തന്നെ ഇട്ട് വെച്ചേക്കുന്നത്, കാരണം എന്നിട്ട് വരെ സ്ക്രാച്ച് ആയിക്കോളും. വൃത്തിയാക്കി കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഞാൻ ഈ വർഷം ഉണ്ടാക്കിയ വിഷൻ ബോർഡാണ്. 5000 ഫോളോവേഴ്സ്, നമുക്കൊരു 2600 സംതിങ് ആയെന്നാണ്. ഇൻസ്റ്റാഗ്രാമാണ്. പിന്നെ ഞാൻ കുറേ കാശ് വരണം. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഗ്രീസ്. എനിക്ക് ഗ്രീസിൽ പോകണമെന്നുണ്ട്. ദുബായ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കൂടുതൽ വായിക്കണം എന്നും ഒരുപാട് ഷോപ്പ് ചെയ്യണമെന്നും പിന്നെ ഹെൽത്ത് ഇതൊരു കൺസേൺ തന്നെ കേട്ടോ. മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. നല്ല ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി ഈ വർഷം തീരുന്നതിന് മുന്നേ തന്നെ ഐ ബി ഏബിൾ ടു ഹോൾഡ് മൈ വെരി ഫസ്റ്റ് ഇവൻറ്റ്. ഞാൻ അലോങ് ദ വേ പറഞ്ഞുതരാം. പഴയതുപോലെ എനിക്കൊരു ഷെൽഫ് നിറച്ച് ബുക്ക് വേണമെന്ന് ആഗ്രഹം. ഞങ്ങൾ ബെറങ്ങി വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുക്കുകളുണ്ടായിരുന്നേ, ഒരുപാട് ബുക്കുകളുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ വെയിറ്റ് ഒന്നും അവിടെ നിന്ന് ഇത്രയും കൊറിയർ അയക്കാനൊന്നും പറ്റില്ല, എന്നാ വിലയാണ്. അങ്ങനെ അവസാനം അത് അവിടെ കളഞ്ഞിട്ട് വരേണ്ടി വന്നു. പക്ഷെ ഇപ്രാവശ്യം വീണ്ടും അതുപോലെ തന്നെ ബുക്കിൻ്റെ ഒരു കളക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം, നെക്സ്റ്റ് ജനറേഷന് പാസ് ഓൺ ചെയ്യാൻ. ഈ ഒരു ബോട്ടിൽ കാരണം ഞാൻ കേൾക്കാത്ത കളിയാക്കലൊന്നുമില്ല. കാരണം ഞങ്ങൾ QRSൽ എന്തോ ഒരു ഇലക്ട്രോണിക് സാധനം മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. ബട്ടർഫ്ലൈയുടെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ. അപ്പം ഇത് ഞാൻ കോളേജ് തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. വെള്ളം ഒരു വീക്ക്നെസ് തന്നെ എനിക്ക്. അപ്പം ഇത് ഞാൻ കാരണം ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആ കുത്തബ് മിനാർ ഒന്ന് പാസ് ചെയ്യുമോ, ആ മിസൈലൊന്ന് തരുമോ, ഇതെന്തുവാ അവാർഡോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ ഞാൻ ഈ ഒരു ബോട്ടിൽ കാരണം ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രായമായി ഇതാ എല്ലാ പെയിൻ്റൊക്കെ ഇളക്കി. പക്ഷെ സ്റ്റിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുവിധം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പം തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി. എൻ്റെ റൂം കാണിച്ചു തരാം. എന്തൊരു ഐശ്വര്യം. അതിന് ChatGPT അത് തന്നെങ്കിലും ഇന്നത്തെ ഒരു ചെറിയ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. വലിയ കാര്യമൊന്നും അല്ല, പക്ഷേ ഒന്നും ചെയ്യാതെടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ചെറിയൊരു സന്തോഷം തന്നെയാണ്. ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ഇപ്പോഴത്തെ ചാലഞ്ച്. അതുകൊണ്ട് തന്നെ നാളെ പുതിയൊരു ടാസ്കുമായിട്ട് ഞാൻ വരും. See you again tomorrow.